TV പ്രസാദ് കൂടിയുണ്ട്. TV പ്രസാദ്, നിർണായകമാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്, നായർ സമുദായാംഗങ്ങളുടെ നിലപാട് വളരെ നിർണായകമാണ്. നിലവിലിട്ട രാഷ്ട്രീയ സാഹചര്യത്തിൽ ആറന്മുളയിൽ വീണ ജോർജിനെതിരെ ഇപ്പോൾ കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ എടുത്ത പോലും നിലപാട് NSS എടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. 30% വരുന്ന നായർ ഹിന്ദു വോട്ടുകൾ ആർക്കനുകൂലമായി ഏകീകരിക്കപ്പെടുമെന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർത്തഡോക്സിലെ ഗണ്യമായ വിഭാഗം വോട്ടുകളും തനിക്കൊപ്പം തന്നെ നിൽക്കുമെന്നാണ് വീണ ജോർജ് കരുതുന്നത്. അതിന്റെ കാരണവും നമുക്കറിയാം. ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള കുടുംബത്തിന്റെ ബന്ധം, ഒപ്പം തന്നെ ഹസ്ബൻഡായ ജോർജിയയ്ക്കുള്ള ബന്ധം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. സംഘടനാപരമായ ബന്ധമാണ് അവിടെയുള്ളത്. അതിലൊരു ഗണ്യമായ വിഭാഗം തീർച്ചയായിട്ടും അബിൻ വർക്കിക്കും കിട്ടും. പക്ഷേ വിജയിച്ചു കയറാൻ പര്യാപ്തമാകുമോ? ആരുടെ സ്പോയിലറാകും കുമ്മനം രാജശേഖരൻ? അരുൺ, ഏറ്റവും ശക്തമായ മത്സരമാണ് ആറന്മുളയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. വീണ ജോർജ് മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ മണ്ഡലം ഏറെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, തഗ്ഗുകളുടെ രാജകുമാരനായ അബിൻ വർക്കിയാണ് എതിർ സ്ഥാനാർത്ഥിയായി അവിടെ എത്തിയത്. തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പിന് എതിരെ ഉയർന്ന വിമർശനങ്ങൾ, ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ അതെല്ലാം വലിയ ചർച്ചയാക്കാൻ അബിൻ വർക്കിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഓർത്തഡോക്സ് സഭ പറഞ്ഞത് രണ്ടും ഞങ്ങളുടെ കുഞ്ഞാടുകളാണ് എന്നുള്ളതാണ്. പക്ഷേ അടിത്തട്ടിൽ പരിശോധിക്കുമ്പോൾ അരുൺ, ഈ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. അതായത് UDFന് അനുകൂലമായി കൂടുതൽ വോട്ടുകൾ പോകാനുള്ള സാധ്യതയിലേക്കാണ് ചില ചർച്ചകൾ അവിടെ പ്രാദേശികമായി പോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് മറ്റന്നാൾ കണ്ടറിയാം. മറ്റൊരു പ്രശ്നമുള്ളത് അവിടുത്തെ കുമ്മനം രാജശേഖരൻ പിടിക്കുന്ന വോട്ടുകളാണ്. അത് നമ്മൾ കാര്യമായി ചർച്ച ചെയ്തില്ല എന്ന് തോന്നുന്നു. അതായത് NDA കുറച്ച് വോട്ട് പിടിക്കുന്ന സമയത്തെല്ലാം അവിടെ LDFന് ഭൂരിപക്ഷം കൂടിയിട്ടുണ്ട്. നമുക്കൊരു കണക്കിലേക്ക് വരാം. 2021 NDA 29,000 വോട്ട് പിടിച്ചപ്പോൾ വീണയുടെ ഭൂരിപക്ഷം 19,003 ആയിരുന്നു. 2016 NDA 37,000 പിടിച്ചപ്പോൾ വീണയുടെ വോട്ട് 7,646 ചുരുങ്ങി ഭൂരിപക്ഷം എന്നതാണ്. അങ്ങനെയെങ്കിൽ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായ കുമ്മനം രാജശേഖരൻ, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളായ കുമ്മനം രാജശേഖരൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് വീണ ജോർജിന് തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ മണ്ഡലത്തിൽ പൊതുവിലുണ്ട്. അങ്ങനെയെങ്കിൽ അരുൺ, പ്രവചനാതീതമാണ് ഇവിടെ, അതിശക്തമാണ് മത്സരം, എല്ലാവരും ഉറ്റുനോക്കുന്നതുമാണ്. റൈറ്റ്, നമുക്കൊരു ചെറിയ ഇടവേള വേണം. അപ്പോൾ ആറന്മുള കണ്ണാടിയിൽ തെളിയുന്നത് ആരുടെ മുഖമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇനി തിരിച്ചു വരാം കൊട്ടാരക്കര മണ്ഡലത്തിലേക്ക്.